ദുരന്തങ്ങളുടെ പേമാരി പെയ്ത 2024 ജൂലൈ 30 എന്ന രാത്രി. ഒരിക്കലും മറക്കാനാവാത്തവരാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും അവശേഷിച്ച ജനത. ഇരുട്ടിൽ മലവെള്ളത്തോടൊപ്പം പാതി ഒലിച്ചുപോയ ആ മണ്ണിലേക്ക്, ചിതറിത്തെറിച്ചുപോയ ജീവനുകൾക്കിടയിലേക്ക് വിറങ്ങലിച്ച മനസ്സോടെ സർവ്വസഹായങ്ങളുമായി ഓടിയെത്തിയവരാണ് നമ്മൾ മലയാളികൾ. വിണ്ടുകീറിയ മണ്ണിൽ ബാക്കിയായ ജീവനുകളെ ദ്രുതഗതിയിൽ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അടിയന്തര പുനരധിവാസം സാധ്യമാക്കുമെന്ന് സർക്കാരുകളും ആവർത്തിച്ചു. എന്നാൽ ദുരന്ത പെയ്ത്തിന്റെ 7ാം മാസത്തിലും ആ ജനത മഴയത്തു തന്നെ നിൽക്കുകയാണ്. വാഗ്ദാനങ്ങൾ നിറവേറ്റണമെന്നാവശ്യപ്പെട്ട് തെരുവിൽ സമരം ചെയ്യേണ്ട ഗതികേടിലാണ് എല്ലാം നഷ്ടപ്പെട്ട ആ പാവങ്ങൾ. അന്ന് മണ്ണിലമർന്നുകൊണ്ടിരുന്ന വീടുകളുടെ അവശിഷ്ടങ്ങൾക്കും ചെളിക്കൂമ്പാരങ്ങൾക്കുമിടയിൽ നിന്ന് ദുരിതാശ്വാസ പ്രവർത്തകർ ജീവനോടെ വാരിയെടുത്ത അതേ മുഖങ്ങളെ കഴിഞ്ഞ ദിവസം നാം വീണ്ടും കണ്ടു. ചൂരൽമലയിൽ അവശേഷിച്ച മണ്ണിൽ ചേർന്നു നിന്ന് അവർ മുദ്രാവാക്യം വിളിച്ചു, സഹിച്ചു മടുത്ത് സർക്കാരേ എന്ന്. പഴയ ജീവിതം തിരിച്ചുപിടിക്കണമെങ്കിൽ, ഭയമില്ലാതെ രാത്രി കിടന്നുറങ്ങണമെങ്കിൽ ആ മനുഷ്യർക്ക് മണ്ണ് വേണം, വീട് വേണം, തൊഴിൽ വേണം, മക്കളെ പഠിപ്പിക്കണം. ദുരന്തം നടന്ന് ഇന്നത്തേക്ക് 214 ദിവസമായിരിക്കുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്നറിയിച്ച പുനരധിവാസം 7 മാസം കഴിഞ്ഞിട്ടും തുടങ്ങാൻ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നാരോപിച്ചാണ് ദുരന്തബാധിതരും പ്രതിപക്ഷവും തെരുവിലിറങ്ങിയത്. കേന്ദ്രത്തിന്റെ അവഗണനകൾക്കും സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്കിനുമിടയിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരിൽ അന്നു കൊണ്ട മഴയുടെ മരണത്തണുപ്പ് ബാക്കിയാവുകയാണ്. ന്യൂസ് ബസ് ചോദിക്കുന്നു, മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും മനുഷ്യരെ സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് തള്ളിവിടുന്നതാരാണ്? ദിനത്തിലാണ്. ഇനി എന്നാണ് അവർക്ക് സഹായം? ജനിച്ചു വളർന്ന നാടും ഉറ്റവരുടെ ജീവനും ആയുസിന്റെ സമ്പാദ്യങ്ങളുമെല്ലാം ഒറ്റ രാത്രിയിൽ ഒലിച്ചുപോയവരാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർ. സമീപകാല കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ഇരകൾക്ക് ജീവിതം തിരിച്ചു നൽകേണ്ടത് ഭരണകൂടങ്ങളുടെ അടിയന്തര ഉത്തരവാദിത്തമാണ്. എന്നിട്ടും മാസങ്ങൾക്കിപ്പുറം ആ മനുഷ്യർ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ട ഗതികേടിലാണ്. പ്രകൃതിയൊരുക്കിയ ജലയുദ്ധത്തിൽ തോറ്റുപോയ ഒരു കൂട്ടം മനുഷ്യർ കനിവ് കാത്തിരുന്നത് നീണ്ട 7 മാസമാണ്. മുണ്ടക്കൈയിലെയും പുഞ്ചിരിമട്ടത്തെയും ചൂരൽമലയിലെയും അട്ടമലയിലെയും സാധാരണക്കാരാണ് തങ്ങൾ നേരിട്ട അനീതിക്കെതിരെ തെരുവിലിറങ്ങിയത്. വെള്ളരിമലയിലെ വെള്ളോലിപ്പാറയുടെ ഒരു ഭാഗം അടർന്നു വീണത് അന്നുവരെ സമാധാനമായി ഉറങ്ങിയ ഒരു ജനതയുടെ മേലേക്കാണ്. 3 കിലോമീറ്റർ വനമേഖല അത്രയും കടന്നെത്തിയ ഉരുൾ ആദ്യം തുടച്ചെറിഞ്ഞ ജനവാസ മേഖല പുഞ്ചിരിമട്ടമാണ്. അന്നോളം നമ്മെപ്പോലെ ഉറങ്ങിയെണീറ്റ ഒരു ഗ്രാമമാണ് മലവെള്ളവും മരങ്ങളും പാറക്കെട്ടുകളും കുതിച്ചൊഴുകിയെത്തിയപ്പോൾ ഇല്ലാതെയായത്. ദുരന്തശേഷം ബന്ധുവീട്ടിലും അഗതി മന്ദിരങ്ങളിലും കഴിയുന്ന 1000-ലേറെ പേരുടെ അവകാശമാണ് പുനരധിവാസം. ഇതുവരെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള പട്ടിക തയ്യാറാക്കാൻ പോലും സർക്കാരിന് കഴിയാതെ പോയെന്നാണ് സമരസമിതിക്കാരുടെ വാദം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരസ്പര പഴിചാരലുകൾക്കും ഭരണപ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങൾക്കുമിടയിൽ നീതി ലഭിക്കാതെ പോകേണ്ടവരാണോ ചൂരൽമലയിലും മുണ്ടക്കയിലുമുള്ള പാവങ്ങൾ? നാം അവരെ ഇനിയും മഴയത്ത് നിർത്തണോ? റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് UDFന്റെ നേതൃത്വത്തിൽ വയനാട് കളക്ട്രേറ്റ് വളഞ്ഞ് ഇന്ന് സമരം നടത്തി. ദുരന്തബാധിതരും സമരത്തിന്റെ ഭാഗമായി.
കളക്ടറേറ്റിന്റെ 3 കവാടങ്ങളും പൂർണ്ണമായും ഉപരോധിച്ചായിരുന്നു സമരം. ജീവനക്കാരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ സമരക്കാർ അനുവദിച്ചില്ല. 2 ജീവനക്കാർ പ്രതിഷേധക്കാരെ മറികടന്ന് അകത്ത് പ്രവേശിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ ടി സിദ്ദിഖ് MLA-യുടെ രാപ്പകൽ സമരത്തിന് പിന്നാലെ ഇന്ന് രാവിലെ 7 മണി മുതലാണ് കളക്ടറേറ്റ് വളഞ്ഞ് സമരം ആരംഭിച്ചത്. 11 മണിയോടെ ET മുഹമ്മദ് ബഷീർ MP പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ നേതാക്കന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കസ്റ്റഡിയിലെടുത്തവരെ കൊണ്ടുപോയ പോലീസ് ബസും പ്രതിഷേധക്കാർ അല്പനേരം തടഞ്ഞു. സമരത്തെ തുടർന്ന് കളക്ടറേറ്റിലെ ജീവനക്കാർക്ക് 11:30-ക്ക് ശേഷം മാത്രമാണ് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുകയാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു നടപടിയും സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും UDF നേതൃത്വം കുറ്റപ്പെടുത്തുന്നു. ഇന്ന് നടന്ന സമരത്തിന്റെ ആ കാഴ്ചകൾ നമുക്കൊന്നുകൂടി കാണാം. റോഷ്നി, സമീപകാലത്ത് വയനാട് കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ സമരമാണ് ഇന്ന് കൽപ്പറ്റയിൽ നടന്നത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് UDF നടത്തുന്ന ആദ്യ പ്രത്യക്ഷ സമരമാണ്. 7 മാസം തികയാണ് ഈ ദുരന്തമുണ്ടായിട്ട്. പക്ഷേ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു കാര്യവും ഇതുവരെ സർക്കാർ ചെയ്തിട്ടില്ല എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് UDF സമരമുഖത്തേക്ക് വന്നത്. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് വയനാട് കളക്ടറേറ്റിന് മുൻപിൽ ടി സിദ്ദിഖ് MLA രാപ്പകൽ സമരം ആരംഭിച്ചു. അത് ഇന്ന് രാവിലെ 7 മണിക്കാണ് അവസാനിച്ചത്. MLA-യുടെ രാപ്പകൽ സമരം അവസാനിച്ചതിന് പിന്നാലെ തന്നെ വയനാട് കളക്ടറേറ്റിന്റെ 3 കവാടങ്ങളും പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ടാണ് UDF പ്രവർത്തകർ സമരം ആരംഭിച്ചത്. 10 മണിയോടുകൂടി ഓഫീസ് ആരംഭിക്കേണ്ടതാണ്. 9-ഓടുകൂടി ജീവനക്കാർ എത്തിയിരുന്നു. വന്നവരൊക്കെ തന്നെ ഈ സമരപ്പന്തലിന് സമീപമായി ഫുട്പാത്തിൽ നിൽക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. അകത്ത് കയറി ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് പഞ്ച് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അവരുടെ അറ്റൻഡൻസ് പോകുന്നതുകൊണ്ട് തന്നെ ചില ആളുകൾ വന്ന പോലെ തന്നെ മടങ്ങി പോകുന്ന കാഴ്ച കണ്ടു. മറ്റു ചിലർ ഈ സമരം അവസാനിക്കാൻ വേണ്ടി കാത്തുനിന്ന് ചില ഉദ്യോഗസ്ഥർക്ക് അവരുടെ മൊബൈൽ ഫോണിലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പഞ്ച് ചെയ്യാൻ സാധിച്ചു. ഫേസ് ആപ്പ് വഴി ചില ഉദ്യോഗസ്ഥർ ഫുട്പാത്തിൽ നിന്ന് പഞ്ച് ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അവരുടെ പ്രതികരണം ചോദിച്ചപ്പോൾ സമരം അവസാനിക്കുന്ന മുറയ്ക്ക് അകത്തേക്ക് കയറുമെന്നാണ് അറിയിച്ചത്. രാവിലെ വന്നിരുന്നു. പഞ്ച് ചെയ്യാൻ പറ്റിയോ? ഇല്ല, പറ്റിയില്ല. പഞ്ച് ചെയ്തോ? ഇല്ല. എന്നാൽ ഈ സമരം നടക്കുന്നതിനിടയിൽ 2 പേർ ഈ സമരം മറികടന്നുകൊണ്ട് അകത്ത് കയറാൻ 2 ജീവനക്കാർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചത് വലിയ സംഘർഷത്തിന് ഇടയാക്കി. ഇതോടുകൂടി 2ാം ഗേറ്റിൽ സമരമിരുന്ന പ്രതിഷേധക്കാർ ഈ മതിൽ ചാടിക്കടന്ന് ഈ പ്രതിഷേധക്കാരും അകത്തേക്ക് കയറിയത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. പോലീസ് അവരെ തടഞ്ഞു. സമരം പൊളിക്കാൻ വേണ്ടി പോലീസ് സഹായത്തോടുകൂടി കളക്ടറേറ്റിലെ ജീവനക്കാർ അകത്തേക്ക് കയറിയെന്നാണ് ടി സിദ്ദിഖ് MLA ആരോപിച്ചത്. അവരുടെ വൈകാരിക സമരം, ആ സമരത്തെ പൊളിക്കാൻ ഒരു ശക്തിയെയും ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. ET മുഹമ്മദ് ബഷീർ MP ആണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പരസ്പരം പഴിചാരുകയാണ്. സർക്കാർ ദുരന്ത ബാധിതർക്ക് നേരെ കണ്ണടച്ചിരിക്കുകയാണ്. ഈ കണ്ണ് തുറക്കണം. പ്രധാന ആവശ്യമെന്ന് പറയുന്നത് ദുരന്ത ബാധിതർക്ക് 10 സെന്റ് ഭൂമിയെങ്കിലും നൽകണമെന്നാണ് പ്രധാന ആവശ്യം. ഇന്നലെ മന്ത്രിസഭ യോഗമെടുത്തിരിക്കുന്നത് 7 സെന്റ് ഭൂമി നൽകാമെന്നാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് UDF-ഉം ദുരന്ത ബാധിതരും പറയുന്നത്. റോഷ്നി, പുനരധിവാസം എന്ന ആവശ്യവുമായി 7 മാസമായി കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്. പുനരധിവാസം വൈകുന്നതിന്റെ ആശങ്കയിലാണ് ദുരന്തബാധിതർ. അടുത്ത മഴയ്ക്ക് മുൻപെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണമെന്ന ആഗ്രഹത്തിലാണവർ. പുനരധിവാസ പദ്ധതികൾക്കായി കഴിഞ്ഞ 7 മാസമായി കാത്തിരിക്കുന്ന മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഇപ്പോൾ 7 മാസമായിട്ട് ഇത് വഴികൊണ്ടിരിക്കുന്നല്ലേ, ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ലല്ലോ. നമ്മളതൊന്നും ഇഷ്ടപ്പെട്ടിട്ടുമില്ല. നമ്മൾ പട്ടികയിലില്ല, നമ്മളൊക്കെ സ്കൂൾ റോട്ടിലാണ്. നമുക്ക് വീട് വേണം, വീട് ഇല്ലാണ്ട് പറ്റില്ല. 7 മാസമായി. നമ്മളെ ഫാമിലിയിൽ 11 മോനടക്കം 11 പോയതാണ്. പക്ഷേ ആ ഫസ്റ്റ് ലിസ്റ്റിൽ വന്നപ്പോൾ അതിൽ പേരുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ലിസ്റ്റിൽ വന്നപ്പോൾ പേരുമില്ല. 26 ആൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് പോയതാ. ഇത്രയൊക്കെ പോയ മനുഷ്യരാണ് ഞങ്ങളുടെ വേദനയൊന്ന് സർക്കാർ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാം. ഞങ്ങളുടെ വീടിന്റെ ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല. ഫസ്റ്റ് ലിസ്റ്റ് വന്നതാ, 2ാമത് ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല, 3ാമത് വന്നിട്ടില്ല. ഞങ്ങളുടെ വീട് ഒന്നിനും പറ്റില്ല. ഞങ്ങൾക്ക് അയൽവാസി ഒറ്റപ്പെട്ട വീടാണ്, അയൽവാസികളൊന്നും ഇല്ല. അവിടെ എങ്ങനെ പോയി കഴിയുന്ന ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു വീട് ചെയ്തു തരേണ്ടതിന് പകരം ഞങ്ങളെ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്.
വാഗ്ദാനങ്ങളുമായി എത്തിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുമ്പോൾ പുനരധിവാസം എന്ന് യാഥാർത്ഥ്യമാകുമെന്ന കാത്തിരിപ്പിലാണ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ വാടക വീടുകളിൽ കഴിയുന്ന ദുരന്തബാധിതർ. വയനാട് കൽപ്പറ്റയിൽ ദുരന്തബാധിതർ താമസിക്കുന്ന വാടക വീടുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ദീപക് മോഹൻ ചേരുന്നുണ്ട്. ദീപക്, കൂടെ ദുരന്തമുഖത്ത് പകച്ചു നിന്ന മനുഷ്യരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാസാമാസം വാടക കൊടുത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് ഈ വാടകയൊന്നുമില്ലാതെ സ്വന്തമാണെന്ന് പറയാൻ ഒരു വീട്ടിൽ ഭയമില്ലാതെ രാത്രി കിടന്നുറങ്ങാൻ കഴിയണം. 7 മാസം പിന്നിട്ടിരിക്കുന്നു. അവരുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ എന്താണ്? ആശങ്ക എന്താണ്? റോഷ്നി, ഈ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് 7 മാസം പിന്നിടുമ്പോഴും ഇപ്പോഴും ഇവർ വലിയ ആശങ്കയിൽ തന്നെയാണ്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒപ്പം റവന്യൂ മന്ത്രിയും ഒക്കെ എത്തി സഹായ വാഗ്ദാനങ്ങൾ ഉണ്ടായെങ്കിലും ഇവർക്ക് ഇതുവരെ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. മിക്ക ആളുകളും 10 സെൻറ്റ് മുതൽ 2.5 ഏക്കറൊക്കെ ഭൂമി ഉണ്ടായിരുന്ന ആ സ്ഥലങ്ങളിലൊക്കെ താമസിച്ചിരുന്ന ആളുകളാണ്. ഞാനിപ്പോൾ ഉള്ളത് കൽപ്പറ്റ മുണ്ടേരിയിലെ ഈ സർക്കാർ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ദുരന്തബാധിതർക്കൊപ്പമാണ്. ഇപ്പോൾ 5 സെൻറ്റ് ഭൂമി എന്നുള്ളത് 7 സെൻറ്റ് ആക്കി മാറ്റി. നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ് ഇപ്പോൾ അതിൽ? തീർച്ചയായിട്ടും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 7 മാസം കടന്നു പോകുന്ന ഈ ദുരന്തം പിന്നെ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന നമ്മുടെ നാട്ടുകാർ പല വിവിധ ഭാഗങ്ങളിലേക്ക്, വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ രീതിയിൽ നിൽക്കുന്ന ജനങ്ങൾ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് എനിക്ക് ഒരു ശരാശരി ഞാൻ പറയാം, എൻ്റെ കാര്യം മാത്രം പറഞ്ഞുതരാം. ഒരു 49 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്ന ആൾ, അതിലൊരു ശരാശരി 1,01,000 പിന്നെ വരെ ഒരു ശരാശരി വാർഷിക വരുമാനം എടുത്തൊരു വ്യക്തി എന്ന നിലയിൽ പറയാം. കാരണം കുടുംബത്തിൽ വളരെ ഭീകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കടന്നുപോയിട്ടുണ്ട്. അനുജൻ മരണപ്പെട്ടതാണ്. ഇതുപോലെ തന്നെ ഒട്ടനവധി നമ്മുടെ നാട്ടിലുള്ള ആളുകളെല്ലാം ഈ ഒരു പരിസ്ഥിതി ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ജോലിയും കാര്യങ്ങളും ഇല്ലാതെ കടന്നു പോകുന്ന സാഹചര്യം. 7 മാസം കടന്നു പോവാറായി. വളരെ തുച്ഛമായ ദിനങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇപ്പോഴും ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിനും പറ്റിയില്ല, കേന്ദ്ര സർക്കാരിനും പറ്റിയില്ല. ഇത് നമ്മളെപ്പോലുള്ള ആളുകൾ ഇനി ആത്മഹത്യാ വക്കിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതൊന്ന് കണ്ടുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇനി ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഇപ്പം 2 സമിതി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. ആ 2 സമിതികളിൽ ചേർന്ന് കൂടി ആലോചിച്ചിട്ട് ഉടനടി ഒരു തീരുമാനം വന്നില്ല. ഈ ഇപ്പം മാർച്ചോടുകൂടി കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ ക്ലോസിംഗ് ആയി കഴിഞ്ഞു. ആ ഒരു വാർഷിക ക്ലോസിംഗ് കൂടി ആയിക്കഴിഞ്ഞാൽ അടുത്ത വർഷം എങ്ങനെയാണോ എന്താണോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോഴത്തേക്കും മഴക്കാലമായി. അതോടനുബന്ധിച്ച് വരുന്ന പ്രയാസങ്ങൾ അനുബന്ധിച്ച് എന്തെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് ഈ സർക്കാരിന് വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എവിടെ പോയിട്ട് നാട്ടിലോ അല്ലെങ്കിൽ തറയിലോ എവിടെയും കിടന്നുറങ്ങേണ്ട അവസ്ഥയിലേക്ക് ആവില്ലേ? ഇപ്പം തന്നെ ആ അവസ്ഥയിലുള്ളത്. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? സമരമല്ലാതെ ഞങ്ങൾക്ക് റൂട്ടില്ല. ഞങ്ങൾ എന്തായാലും ഒരു കാരണവശാലും എന്താ പറയുക, ഇതിന് പിന്തിരിഞ്ഞ് പോകാൻ തയ്യാറല്ല. ഒരു കാരണവശാലും ഞങ്ങൾ പിന്തിരിഞ്ഞ് പോകില്ലെന്ന് മാത്രമല്ല, എന്തായാലും ബാക്കിയുള്ളവരെല്ലാം മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ മരിക്കാനാണെങ്കിൽ തയ്യാറാണ്. ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് മാർഗ്ഗങ്ങളില്ല. വേറെ ലക്ഷ്യങ്ങൾ ഒരേ ലക്ഷ്യമുള്ളൂ, നാടിനെ ഒരു എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്ത് സംരക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കി തരണമെന്നുള്ള ഒറ്റ കാര്യം പറയാനുള്ളത്. റോഷ്നി, അവർ പറയുന്നത് പോലെ വലിയ ആശങ്കയിൽ തന്നെയാണ്. നിരവധി ആളുകൾ ഇത്തരത്തിൽ വാടക വീടുകളിൽ കഴിയുന്നവരുണ്ട്. 2ഉം 3ഉം ഒക്കെ വാടക വീടുകൾ മാറി താമസിക്കുന്ന ദുരന്തബാധിതരായ ആളുകളുണ്ട്. ഈ മുണ്ടക്കയിൽ താമസിച്ചിരുന്ന സീത എന്നൊരു അമ്മയുണ്ട്. അവർ വീട് പണി ആരംഭിച്ച് തറയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയ സമയത്താണ് ഉരുൾപൊട്ടലുണ്ടായത്, അല്ലേ? ഞങ്ങൾ കമ്പനി വീട്ടിലായിരുന്നു, വാടകയ്ക്കായിരുന്നു ഇരുന്നിരുന്നത്. അവിടുന്ന് അച്ഛന് സുഖമില്ലാണ്ട് അങ്ങോട്ട് പോയതാണ് മോളോടേക്ക്. അവിടെ നിന്നാണ് ഉരുൾപൊട്ടലുണ്ടായതൊക്കെ. ഞങ്ങൾ തറയും ഇട്ടു, പഞ്ചായത്തിൽ നിന്ന് പൈസ തന്നിട്ട് തറയും ഇട്ടു. പിന്നെ അതിൽ വീടും വെച്ചിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങളെ സ്ഥിതി. എൻ്റെ ഒരു ലിസ്റ്റിലും എൻ്റെ പേര് വന്നിട്ടില്ല. പിന്നെ സുഖമില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഒരു മാസം മരുന്നിന് തന്നെ പൈസ വേണം. അതിനൊന്നും ഒരു വഴിയില്ലാണ്ടിരിക്കുകയാണ്. റോഷ്നി, ഇവർ പറയുന്നത് പോലെ തന്നെ ഉപജീവനവുമായി ബന്ധപ്പെട്ട ദുരന്തബാധിതർ ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ ദിനപത്ത എന്നുള്ള കാര്യങ്ങളിൽ പലർക്കും സഹായങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ പോലും പലരും ഇപ്പോഴും ലിസ്റ്റിന് പുറത്താണ്. കഴിഞ്ഞ ദിവസം മേപ്പാടിയിൽ അദാലത്ത് നടന്നിരുന്നു. അന്ന് 440ഓളം അപേക്ഷകളാണ് അദാലത്തിൽ മാത്രമായി എത്തിയത്. ഇതെല്ലാം വെളിവാക്കുന്നത് ഇത്തരത്തിൽ ദുരന്തബാധിതരായ നിരവധി ആളുകൾ ഇപ്പോഴും വലിയ ആശങ്കയിലാണ്. ഒപ്പം നിരവധി ആളുകൾ ദുരിതത്തിലാണ്. സർക്കാർ പ്രധാനമായും ചെയ്യേണ്ട കാര്യം ഇവരുടെ
ആവശ്യമെന്ന് പറയുന്നത് മിനിമം 10 സെന്റ് ഭൂമി എന്നുള്ളത് ഈ ഒരു ദുരന്തബാധിതന് ടൗൺഷിപ്പിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നൽകുക, അതിൽ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ വീടുകൾ നൽകുക എന്നൊക്കെയാണ്. മാത്രമല്ല ഈ ദിവസം ഉള്ള വേതനം അടക്കം കൃത്യമായി തന്നെ സർക്കാർ ദുരന്തബാധിതർക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യവും അവർ പറയുന്നുണ്ട്. ഏതായാലും ഇവരുടെ ഒരു ഭാഗത്തുനിന്നുണ്ടായ ഇവർക്കുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ അവർ പങ്കുവച്ചത്. റോഷ്നി, ശരിയാണ്. ഈ ദുരന്തമുഖത്ത് നിൽക്കുന്ന മനുഷ്യർ, അവരുടെ ആശങ്ക ഇനിയും തീർന്നിട്ടില്ല. അവരുടെ ആശങ്കകളാണ് ദീപക് മോഹൻ നമ്മളെ കേൾപ്പിച്ചത്. അവരിപ്പോഴും ചോദ്യചിഹ്നങ്ങളായി തന്നെ നിൽക്കുകയാണ്. പ്രതിഷേധം പല വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും തീരുമാനങ്ങളിൽ ഉറച്ചു മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ. പുനരധിവാസ പദ്ധതി പരിഷ്കരിച്ച സാഹചര്യത്തിൽ വേഗത്തിൽ DPR തയ്യാറാക്കാൻ നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. DPR ലഭിച്ചാൽ പിന്നാലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനാണ് സർക്കാരിന്റെ നീക്കം. 7 സെന്റ് ഭൂമിയിൽ 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീടുകൾ നിർമ്മിച്ചു നൽകുക. നേരത്തെ അത് 5 സെന്റ് ഭൂമിയിൽ 30 ലക്ഷം രൂപ ചെലവിൽ വീട് നിർമ്മിക്കാനായിരുന്നു തീരുമാനമുണ്ടായിരുന്നത്. റോഷിബാൽ നൽകും വിശദാംശങ്ങൾ. റോഷിബാൽ, 30 ലക്ഷത്തിന് വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചതാണ്. അത് 25 ലക്ഷമാകുന്നു, പിന്നീട് 20 ലക്ഷമാകുന്നു. എന്തായാലും ഈ പദ്ധതി ഇങ്ങനെ വീണ്ടും വീണ്ടും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും എത്രയും വേഗം പുനരധിവാസം നടപ്പിലാക്കുക എന്നുള്ള ആവശ്യമാണ് പറയുന്നത്. സർക്കാർ പല സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ചും ആശയക്കുഴപ്പം ഉന്നയിക്കുന്നുണ്ട്, തടസ്സങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മൾ ഈ നേരത്തെ കേട്ട മനുഷ്യരിങ്ങനെ നിൽക്കുകയാണ് 7 മാസം. അപ്പോൾ അടിയന്തരമായി യുദ്ധകാല അടിസ്ഥാനത്തിൽ പദ്ധതികൾ നടപ്പിലാക്കേണ്ട സർക്കാരിന്റെ കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഈ സമരത്തെ പ്രതിരോധിക്കുക കൂടി വേണം സർക്കാരിന്. അതെങ്ങനെയായിരിക്കും ചെയ്യുക? റോഷ്നി, ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിന് ദുരന്തത്തിനിരയായ ആളുകൾ അവർ പ്രക്ഷോഭത്തിലേക്ക് കടന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ എത്രയും പെട്ടെന്ന് പുനരധിവാസ പദ്ധതി പൂർത്തീകരിക്കാൻ, ആ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ പുനരധിവാസ പദ്ധതി അത് പരിഷ്കരിച്ചത്. കാരണം നേരത്തെ തന്നെ അവിടെ 10 സെന്റ് ഭൂമിയെങ്കിലും അനുവദിക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു. ആദ്യഘട്ടത്തിൽ 5 സെന്റ് ഭൂമി നൽകുമെന്ന ആ 5 സെന്റിൽ വീട് നിർമ്മിച്ചു നൽകാനുള്ള തീരുമാനമായിരുന്നു. അത് മാറ്റി അത് 7 സെന്റായി ഉയർത്തുകയും, പക്ഷേ നേരത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിയ ആക്ഷേപങ്ങൾ 30 ലക്ഷം രൂപ എന്തിനാണ് വീട് നിർമ്മിക്കാനെന്ന ചോദ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ആ ചെലവ് ചുരുക്കി 20 ലക്ഷത്തിലേക്ക് എത്തിക്കുകയാണ്. 20 ലക്ഷം രൂപയിൽ ആ 7 സെന്റ് ഭൂമിയിൽ ആ വീട് നിർമ്മിച്ചു നൽകുക എന്നതാണ്. ടൗൺഷിപ്പ് 2 എണ്ണം ഉള്ളത് ഒന്നാക്കി മാറ്റാൻ തീരുമാനിച്ചു. 430 പേരുടെ പട്ടിക മാത്രമാണ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒരിടത്ത് ഈ ടൗൺഷിപ്പ് നിർമ്മിച്ചാൽ മതി, അതിനകത്ത് ഈ വീടുകൾ നിർമ്മിച്ചു നൽകാൻ പറ്റുമെന്ന കണക്കുകൂട്ടലാണ് സർക്കാരിന്. അതിനു പുറമെ ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ പുറത്ത് ഈ ടൗൺഷിപ്പിന് പുറത്ത് വീട് നിർമ്മിക്കാൻ താൽപര്യപ്പെടുന്ന ദുരന്തബാധിതർക്ക് 15 ലക്ഷം രൂപ വീതം നൽകാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അതിനു പുറമെ ഈ വീട് നിർമ്മിച്ചു നൽകിയാൽ അത് പിന്നീട് പണയം വെക്കുന്നതോ കൈമാറുന്നതോ അടക്കമുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു മാനദണ്ഡം ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നൽകുന്ന സാമ്പത്തിക സഹായം ബത്ത 300 രൂപ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. അതിനൊപ്പം 1000 രൂപ സപ്ലൈകോയിൽ നിന്നും ഭക്ഷ്യക്കിറ്റ് വാങ്ങാനായി കൂപ്പൺ നൽകാനുള്ള തീരുമാനമടക്കമുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇപ്പോഴും വയനാട്ടിലെ ദുരന്ത ബാധിതർ എത്രയും പെട്ടെന്ന് അവർക്ക് വീട് ലഭിക്കുക എന്നതാണ്. അവർ അത്രയും പ്രയാസപ്പെട്ടാണ് താൽക്കാലിക വീടുകളിൽ കഴിയുന്നത്. അതുകൊണ്ട് അത് പ്രതിഷേധമായി രൂപാന്തരപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടി സർക്കാർ എത്രയും പെട്ടെന്ന് ആ പുനരധിവാസ പദ്ധതി പൂർത്തീകരിക്കാനുള്ള നീക്കം തുടങ്ങുന്നു എന്നുള്ളതാണ്. കാരണം സ്പോൺസർമാർ ഒട്ടേറെ പേരുണ്ട്. അത് കർണാടക ഗവൺമെന്റ് ഉണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകളൊക്കെ വീട് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധരായി മുന്നോട്ട് നിന്നിട്ടുണ്ട്. DPR തയ്യാറാക്കാനായി നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നിർദ്ദേശം നൽകി. നേരത്തെ 30 ലക്ഷം രൂപ ചെലവ് അടിച്ച് നിർമ്മിക്കുന്ന വീടിന് 5 സെന്റ് ഭൂമിയിൽ നിർമ്മിക്കുന്ന വീടിനായുള്ള ഒരു പദ്ധതിയാണ് നേരത്തെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി തയ്യാറാക്കിയത്. അത് മാറ്റി പരിഷ്കരിച്ച ഈ പദ്ധതിക്കനുസരിച്ചുള്ള DPR ഉടൻ തന്നെ തയ്യാറാക്കും. അത് ലഭിച്ചാൽ ഉടനെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാരും കടക്കുന്നു. ഇല്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ കടുക്കും. മാത്രവുമല്ല പ്രതിപക്ഷം അത് ആയുധമാക്കും. നിയമസഭയിലടക്കം ആ വിഷയം ശക്തമായി കൊണ്ടുവരുമ്പോൾ സർക്കാർ പൂർണ്ണമായും പ്രതിരോധത്തിലാകും. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ശരിയാണ് റോഷിവാൽ പറഞ്ഞത്. നമുക്കറിയാം, മറ്റു പല സംസ്ഥാനങ്ങളിലെയും സഹായിച്ച കേന്ദ്രം പോലും കേരളത്തിന് വായ്പ നൽകി അതിന് പല മാനദണ്ഡങ്ങളും വെച്ചൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ സംസ്ഥാന സർക്കാർ ആയാലും ഇനി ഈ കാര്യത്തിൽ ഒട്ടും താമസമില്ലാതെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് കോടതി കൂടി പറഞ്ഞ ആ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം തടസ്സപ്പെടാൻ പാടില്ലെന്ന് ഹൈക്കോടതി. പുനരധിവാസ വിഷയത്തിൽ പൊതു താൽപര്യം സംരക്ഷിക്കപ്പെടണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പണം നൽകണമെന്ന
ഹാരിസൺസിന്റെ വാദം കോടതി തള്ളി. അപ്പീലിലെ നിയമപ്രശ്നത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കും. ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ. ശ്യാം, ഇതിപ്പോൾ കോടതി നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഈ പൊതു താൽപര്യം കണക്കിലെടുക്കണം, ഈ മനുഷ്യർക്ക് എത്രയും പെട്ടെന്ന് പുനരധിവാസം നടപ്പിലാക്കണമെന്ന് കോടതി ഇന്ന് വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. ഈ ഹാരിസൺസിന് ഒരു തിരിച്ചടി ഉണ്ടായത് ഇന്ന് എങ്ങനെയാണ്? കോടതി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു ഈ വിഷയത്തിൽ? ശ്യാം, റോഷ്നി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് 2 എസ്റ്റേറ്റുകളാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റും രണ്ടാമത്തേത് ഹാരിസൺ മലയാളത്തിൻ്റെ എസ്റ്റേറ്റും. ഇതിൽ ഹാരിസൺ മലയാളത്തിൻ്റെ എസ്റ്റേറ്റിൻ്റെ ഏറ്റെടുക്കുന്നത് ചോദ്യം ചെയ്താണ് ഹാരിസൺ മലയാളം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. ഈ അപ്പീൽ പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് ഈ ഹാരിസൺ മലയാളത്തിന് തിരിച്ചടിയാകുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. അതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത് എങ്ങനെയാണ്? മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം തടസ്സപ്പെടാൻ പാടില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. നിലപാടായി പറയുന്നത്, ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്ക് നടപടി സ്റ്റേ ചെയ്യാൻ സർക്കാരിന് ആ നടപടികളുമായി മുന്നോട്ട് പോകാം. ആ നടപടി സ്റ്റേ ചെയ്യാൻ ഡിവിഷൻ ബെഞ്ച് വിസമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പണം നൽകണം എന്ന ബാങ്ക് ഗ്യാരണ്ടി പോരാ, പണം നൽകണം എന്ന ഹാരിസൺ മലയാളത്തിന്റെ വാദം ഹൈക്കോടതി അംഗീകരിക്കുന്നുമില്ല. സംസ്ഥാന സർക്കാരിന്റെ പണം സ്വകാര്യ വ്യക്തിക്ക് നൽകിയാൽ അത് തിരിച്ചു കിട്ടാൻ പിന്നീടൊരു ഘട്ടത്തിൽ സിവിൽ കോടതിയുടേത് മറ്റൊരു വിധിയാണ് എങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ സംസ്ഥാന സർക്കാരിന് പ്രയാസമാകുമെന്നാണ് ഹൈക്കോടതി ഇന്ന് നിരീക്ഷിക്കുകയും ചെയ്തത്. ഭൂമിയിൽ സിവിൽ തർക്കം നിലനിൽക്കുന്നതിലാണ് ബാങ്ക് ഗ്യാരണ്ടിക്ക് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. ഒപ്പം പുനരധിവാസ വിഷയത്തിൽ ഈ പൊതു താല്പര്യം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം സംരക്ഷിക്കപ്പെടണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തത്. ബാങ്ക് ഗ്യാരണ്ടി നൽകണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്താണ് ഹാരിസൺസ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദർ, ജസ്റ്റിസ് എസ് മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാടും. ഇതിൽ ഹാരിസൺ മലയാളം ഉന്നയിച്ച ബാങ്ക് ഗ്യാരണ്ടി പോലെയുള്ള നിയമപ്രശ്നങ്ങൾ അതിന്മേൽ ഹൈക്കോടതി മാർച്ച് 13 വിശദമായ വാദം കേൾക്കും. പക്ഷേ ഇതിന്മേൽ ഒരു ഇടക്കാല ഉത്തരവ്, അതായത് സ്റ്റേ നൽകാൻ, പുനരധിവാസ നടപടികൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിന് സ്റ്റേ നൽകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിസമ്മതിക്കുകയും ചെയ്തു. ശ്യാം, ഇതിപ്പോൾ ഇത്രയും മനുഷ്യർ ഇങ്ങനെ ഇത് ആശങ്കയായി മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കോടതി എന്ന് പറഞ്ഞൊരു പരാമർശം എന്ന് പറയുന്നത് പൊതു താല്പര്യം കണക്കിലെടുക്കണമെന്നാണ്. അത് വീണ്ടും എടുത്തു പറയേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത് പോലും ഇത് എത്രയും വേഗത്തിൽ നടപ്പിലാക്കുക എന്ന വിഷയത്തിൽ ഊന്നി തന്നെ നിൽക്കണം എന്നതുകൊണ്ടാണ്. അപ്പോൾ നേരത്തെ റോഷിപാൽ പറഞ്ഞത് പ്രകാരം സംസ്ഥാന സർക്കാർ DPRുമായി ബന്ധപ്പെട്ട് തന്നെ കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ റോഷിപാൽ പറയുകയുണ്ടായി. അതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അപ്പോൾ കോടതി അത്തരത്തിൽ എന്തൊക്കെ പരാമർശങ്ങൾ ഇന്ന് നടത്തുകയുണ്ടായി, പ്രത്യേകിച്ച് ഈ പൊതു താല്പര്യം കണക്കിലെടുക്കണം എന്നതടക്കമുള്ള? റോഷി, ഇതിൽ പൊതു താല്പര്യം എന്നത് സംസ്ഥാന സർക്കാരിന്റെ താല്പര്യമാണ്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ രണ്ട് പദ്ധതികളാണ്, അതായത് മാതൃകാ പുനരധിവാസ പദ്ധതി നടപ്പാക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. അതിനാണ് വിശദമായി DPR ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതാണ് പൊതു താല്പര്യം എന്ന നിലയിൽ ഹൈക്കോടതിയും ഉദ്ദേശിച്ചത്. അതായത് സംസ്ഥാന സർക്കാരിന്റെ നിലവിലെ പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതിന് അനുസൃതമായ നിരീക്ഷണങ്ങൾ കൂടിയാണ് ഹൈക്കോടതി നടത്തുന്നത്. അത് ഏതെങ്കിലും രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയെ തടസ്സപ്പെടുത്തുന്ന ഒന്നല്ല. സ്വാഭാവികമായി അപ്പുറത്തുള്ള പൊതു താല്പര്യത്തിന് അപ്പുറത്ത് അല്ലെങ്കിൽ സർക്കാരിന്റെ താല്പര്യത്തിന് അപ്പുറത്തുള്ള ഒന്ന് എന്നത് സ്വകാര്യ താല്പര്യമാണ്. ആ താല്പര്യം ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൻ്റെതാണ്. അത് ഭൂമി ഏറ്റെടുക്കരുത് എന്നതാണ്. ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ പോലും അവർക്ക് പണമായി ഉടൻ തന്നെ അതിന് പണം ലഭിക്കണമെന്നതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഹാരിസൺ മലയാളത്തിന്റെ ഈ ഭൂമി 64 ഹെക്ടർ ഭൂമി നിലവിലൊരു സിവിൽ തർക്കത്തിലാണ്. അതിന്റെ ഉടമസ്ഥാവകാശം തർക്കത്തിലാണ്. ആ ഉടമസ്ഥാവകാശം തർക്കത്തിലായ സാഹചര്യത്തിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തന്നെ നേരത്തെ ഒരു കൃത്യമായ നിലപാടെടുക്കുന്നത്. അതായത് ആ സിവിൽ തർക്കം എന്നാണ് അവസാനിക്കുന്നത് അന്ന് അതിന്റെ ഉടമസ്ഥാവകാശം സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ഹാരിസൺ മലയാളത്തിനോ ലഭിക്കും. ആ സാഹചര്യത്തിൽ അന്ന് അത് ലഭിക്കുമ്പോൾ സ്വാഭാവികമായി ഈ ഭൂമി പുനരധിവാസത്തിനായി ഇതിനകം തന്നെ വിട്ടു നൽകുകയോ അല്ലെങ്കിൽ ആ പുനരധിവാസ പദ്ധതി പൂർത്തീകരിക്കുകയോ ഈ മുണ്ടക്കൈ ചുരൽമല പ്രദേശത്തെ ജനങ്ങൾ അവിടെ താമസിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ഭൂമി എന്നത് വീണ്ടും തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല. പക്ഷേ അതിന് പകരം ഈ ബാങ്ക് ഗ്യാരണ്ടി ആർക്കാണോ അതിന്റെ ഈ ഉടമസ്ഥാവകാശം ലഭിക്കുന്നത് ആ ബാങ്ക് ഗ്യാരണ്ടി അവർക്ക് സ്വന്തമാകുമെന്നാണ് നേരത്തെ തന്നെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത്. അതൊരു പരിഹാര ഫോർമുലയാണ്. ആ ഫോർമുലയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ആ രീതിയിൽ തന്നെ അംഗീകരിച്ചിരിക്കുന്നത്. ശരി, ശ്യാം ദേവരാജാണ് ഈ വിഷയത്തിൽ കോടതി പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചത്. നമുക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കും. 7 മാസം കഴിഞ്ഞിട്ടും പുനരധിവാസം നടന്നില്ലെന്ന് ആശങ്കപ്പെടുന്ന പരാതി പറയുന്ന മുണ്ടക്കൈ ചൂരൽമലയിലെ നിവാസികളെ കുറിച്ച് കേരളത്തിനകത്തുള്ള മറ്റ് ജില്ലകളിൽ നിന്നുള്ള ചില മനുഷ്യർ സംസാരിക്കുകയാണ്. വയനാട് പുറത്തു നിന്നുള്ളവർക്ക് ഈ മനുഷ്യരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കേൾക്കാം. നമ്മളെ പൈസയിലല്ലോ പല ജനങ്ങളും പൈസ ഇഷ്ടം പോലെ കോടികൾ കൊടുത്തിട്ടില്ലേ, അത് എടുത്ത് ചെലവാക്കിയാ പോരെ. ഇത് തീരുമാനിക്കേണ്ട സർക്കാരല്ലേ.
സർക്കാരിലാണ് കൊടുക്കേണ്ടത്. അവരൊന്നും ചെയ്തില്ലല്ലോ. ചെറിയ ഇതല്ലല്ലോ, വലിയ നാശനഷ്ടമല്ലേ അതിന്. അപ്പോൾ അത് ഭംഗിയാവുന്ന പ്രതീക്ഷിക്കാം നമുക്ക്, ശുഭപ്രതീക്ഷ. അതിലെന്നായി താമസിക്കണ്ടേ? ഇനി അടുത്ത മഴയും കൂടി വരാനായില്ലേ? ഇനി 3 മാസം കഴിഞ്ഞ് അടുത്ത മഴയല്ലേ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ തന്നെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് ശരിയാണോ? സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ചെയ്യാതിരിക്കും, ഉത്തരവാദിത്തോടെ ചെയ്യും അവർ. പക്ഷെ അവരെ ഈ താമസം ചെയ്തുകൊണ്ട് അതിനിപ്പോൾ നടപടിക്രമമെല്ലാം ശരിയായി വരട്ടെ. അതുകൊണ്ട് എത്രയോ 800-900 കോടി ഉറുപ്പ് കിട്ടിയതല്ലേ. അതല്ലാണ്ട് എത്രയോ പേര് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. അതിനൊന്നും സമ്മതിക്കേണ്ട ആ പാവങ്ങളെ ഇട്ട് ഇനിയും കഷ്ടപ്പെടുത്തണം. പുനരധിവാസത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ തടസ്സം കൊണ്ട് ഉദ്ദേശിച്ച രീതിയിൽ കാര്യം നടക്കാൻ പോകാതെ സ്ഥിതിയല്ലേ ഉള്ളത്. ആ നടപടിക്രമമെല്ലാം ശരിയായി വരണ്ടേ. നമ്മൾ ആർക്കും കുറ്റമൊന്നും പറയാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് അവരെ പുനരധിവസിക്കണ്ടേ, അത് തന്നെ അഭിപ്രായമുള്ളത്. അതേപോലെ എത്രയും പെട്ടെന്ന് പാവങ്ങളെ പ്രശ്നങ്ങൾ തീർക്കുക. പുനരധിവാസം വേഗത്തിൽ നടപ്പിലാക്കണം. അതിന് ആ മനുഷ്യർക്കൊപ്പം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അവർക്കൊപ്പം നിൽക്കണം. അതുതന്നെയാണ് ആ മനുഷ്യർ പറയുന്നത്, പുറത്ത് മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ പറയുന്നത്, കോടതി പറയുന്നത്. ന്യൂസ് ബസ് ഇവിടെ പൂർണ്ണമാകുന്നു.